നമസ്കാരം. പൂച്ചകളുമായി ബന്ധപ്പെട്ട തൊടുകുറിയാണ് ഇവിടെ പരാമർശിക്കാനായി പോകുന്നത്. അതിനായി ഏവരും ചെയ്യേണ്ടത്, ഇവിടെ തന്നിരിക്കുന്ന രണ്ട് വിശേഷപ്പെട്ടതായ ചിത്രങ്ങളിൽ പൂച്ചയുടെ രണ്ട് ചിത്രങ്ങളിൽ നിന്നും ഒരു ചിത്രം നിങ്ങൾ തിരഞ്ഞെടുക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന ആ പ്രധാനപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് വിശദമായി തന്നെ മനസ്സിലാക്കാം. ഏവരും ഒരു ചിത്രം തിരഞ്ഞെടുത്തു എന്നാണ് കരുതുന്നത്. ഇനി ഫലങ്ങളെക്കുറിച്ച് പരാമർശിക്കാം. അതിന് മുന്നോടിയായി ഏവരും ഇഷ്ടദേവതയുടെ നാമം അത് കമൻ്റായി രേഖപ്പെടുത്തി വന്ദിക്കൂ. പൂച്ചയുടെ ആദ്യത്തെ ചിത്രമാണ് നിങ്ങൾ തിരഞ്ഞെടുത്തിട്ടുള്ളത് എങ്കിൽ ഫലങ്ങൾ ഇപ്രകാരമാണ്. കൃത്യനിഷ്ഠയോടെ കാര്യങ്ങൾ പ്രവർത്തിക്കുന്നവരാണ് എങ്കിലും പലപ്പോഴും ചിന്തിക്കാതെ പ്രവർത്തിക്കുന്ന ഒരു സാഹചര്യം ഇവർക്കുണ്ട്. ചിന്തിക്കാതെ പല കാര്യങ്ങൾ പ്രവർത്തിക്കുകയും അതിവർക്ക് തന്നെ വിനയായി മാറുകയും ചെയ്യുന്ന സാഹചര്യങ്ങൾ പലപ്പോഴും ഉണ്ടാകാറുണ്ട്. സാവകാശം അല്ലെങ്കിൽ സൗമ്യ സ്വഭാവം പലപ്പോഴും നിലനിർത്തുവാൻ സാധിക്കാത്ത വ്യക്തികളാണ്. പലപ്പോഴും പെട്ടെന്ന് കാര്യങ്ങൾ പ്രവർത്തിക്കുകയോ ചിന്തിക്കാതെ പ്രവർത്തിക്കുന്നതിനാൽ അബദ്ധങ്ങൾ ജീവിതത്തിൽ പിണഞ്ഞിട്ടുള്ളവരാണ് എന്ന് പറയാം. ആരെങ്കിലും മോശമായി സംസാരിച്ചാൽ പെട്ടെന്ന് പതറുന്നവരാണ്. അല്ലെങ്കിൽ ഇവരുടെ ആത്മവിശ്വാസം പലപ്പോഴും പലരും തകർക്കുവാൻ ശ്രമിച്ചിട്ട് അവരതിൽ വിജയിച്ചിട്ടുണ്ട് എന്നതും വാസ്തവമാണ്. പരാജയം നേരിട്ടാലും ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോകുവാനും കരുത്തോടുകൂടി വീണ്ടും പരിശ്രമിച്ച് തിരിച്ച് വരുന്നവർ കൂടിയാണ് ഇവർ. ഇപ്പോൾ തീർച്ചയായും നിങ്ങൾക്ക് പിടിച്ചു നിൽക്കുവാൻ സാധിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. വളരെയധികം വ്യക്തികളെ പലപ്പോഴായി സഹായിച്ചിട്ടുള്ളവരാണ് നിങ്ങൾ. എന്നാൽ അവർ തിരികെ ഒരു സഹായം നൽകാത്തത്, അല്ലെങ്കിൽ ഒരു നല്ല വാക്ക് പോലും നിങ്ങൾക്ക് അർഹിക്കുന്നതായ സമയത്ത് നൽകാത്തത് നിങ്ങളെ വളരെയധികം വിഷമിപ്പിച്ചിട്ടുണ്ട് എന്നതും വാസ്തവമാണ്. തിരിച്ച് ഒരു ഉപകാരം പ്രതീക്ഷിച്ച് മറ്റുള്ളവരെ സഹായിക്കുന്നവരല്ല എങ്കിലും പലപ്പോഴും നിങ്ങൾക്ക് ആവശ്യമുള്ള സമയത്ത് ആരും അല്ലെങ്കിൽ പ്രതീക്ഷിച്ച പലരും ഒപ്പം ഉണ്ടായിരുന്നില്ല എന്നത്, പരിഗണന അവർ നൽകിയില്ല എന്നത് വിഷമത്തോടെ ഇപ്പോഴും ഓർക്കുന്ന ഒരു കാര്യമായി തന്നെ പരാമർശിക്കാം. ഈ സമയം ആത്മവിശ്വാസം നിങ്ങൾക്ക് നഷ്ടമാകില്ല എന്നത് വാസ്തവമാണ്. ആഗ്രഹിച്ചതായ ചില കാര്യങ്ങൾ നടക്കുവാനുള്ള സാധ്യതകൾ തുലോം കൂടുതലായ സമയമാണ്. പല കാര്യങ്ങളിലും നിങ്ങൾക്ക് പ്രത്യേകിച്ചും ത്യാഗം, അത്തരം കാര്യങ്ങൾ പ്രവർത്തിച്ചിട്ടുള്ളവരാണ് നിങ്ങൾ. പല വ്യക്തികൾക്കായി വളരെയധികം കാര്യതടസ്സങ്ങൾ, വിഷമതകൾ ഈ സമയം നിങ്ങൾ നേരിട്ട് കൊണ്ടിരിക്കുന്നു എന്നതും നിങ്ങളുടെ പ്രയാസങ്ങൾക്ക് കാരണമാകുന്നു. പ്രധാനമായും നിങ്ങൾ ഒരു കാര്യത്തിലും ചില സമയങ്ങളിൽ ഉറച്ചു നിൽക്കാത്ത സാഹചര്യമുണ്ട്. പല കാര്യങ്ങളും മനസ്സിൽ മാറി മറിഞ്ഞുകൊണ്ടിരിക്കുന്നതായ സാഹചര്യം. അതിനാൽ കൃത്യമായി ഒരു കാര്യത്തിൽ ഉറച്ചു നിൽക്കുവാൻ സാധിക്കാത്തത് നിങ്ങൾക്ക് വിഷമങ്ങൾക്ക് കാരണമായി തീരുന്നു എന്നത് വാസ്തവം തന്നെയാണ്. എന്നാൽ പല കാര്യങ്ങളിലും നിങ്ങൾക്ക് ഉറച്ചു നിൽക്കുവാനോ വ്യക്തമായ തീരുമാനങ്ങൾ കൈക്കൊള്ളുവാനോ സാധിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് പ്രവേശിക്കാവുന്നതാണ്. മനസ്സിൽ കൊണ്ടു നടക്കുന്നതായ ചില ആഗ്രഹങ്ങൾ നടക്കണം എന്ന് വിചാരിക്കുന്നു എങ്കിൽ 3 മാസത്തിനുള്ളിൽ തന്നെ ചില കാര്യങ്ങൾ നടന്ന് കിട്ടുവാനുള്ള സാധ്യതകൾ തുലോം കൂടുതൽ തന്നെയാണ് എന്ന് പരാമർശിക്കാം. ചില കാര്യങ്ങൾ 27 ദിവസത്തിനോ അല്ലെങ്കിൽ 3 മാസത്തിനുള്ളിൽ നടക്കുവാനോ സാധ്യത വളരെ കൂടുതലാണ്. 90% സാധ്യതയുണ്ട് എന്ന് തന്നെ പരാമർശിക്കാം. ജീവിതത്തിൽ കാര്യപ്രാപ്തിക്കനുസരിച്ച് കാര്യങ്ങൾ നടന്നു കിട്ടുന്ന സാഹചര്യമാണ് ഉള്ളത്. കാര്യപ്രാപ്തിയോടെ ഒരു കാര്യത്തെ സമീപിച്ചാൽ നിങ്ങൾക്കതിൽ നിരാശപ്പെടേണ്ടതായി വരില്ല എന്ന കാര്യവും ഓർക്കണം. ഈ സമയം കാര്യം നടക്കുവാൻ ശ്രമങ്ങൾ നിങ്ങൾ ആരംഭിക്കേണ്ടതാണ്. ഈ സമയം ഏതൊരു കാര്യം നടക്കുവാനും ശ്രമിക്കുകയാണ് എങ്കിൽ അതിൽ വിജയങ്ങൾ കാണുവാൻ സാധിക്കുന്ന സാഹചര്യങ്ങൾ വന്നു ചേരും. ആഗ്രഹിക്കുന്ന രീതിയിൽ തന്നെ കർമ്മ പുരോഗതി, അനുകൂല സാഹചര്യങ്ങൾ ജീവിതത്തിലേക്ക് കടന്ന് വരാവുന്നതാണ്.
കർമ്മ പുരോഗതി ജീവിതത്തിൽ അപ്രതീക്ഷിതമായി നേടിയെടുക്കുവാൻ സാധിക്കുന്ന സാഹചര്യങ്ങൾ വന്നു ചേരും. ധനപരമായ കാര്യങ്ങൾ അനുകൂലമായി തീരാവുന്ന സാഹചര്യവും നിങ്ങൾക്ക് രൂപപ്പെടാവുന്നതാണ്. ധനപരമായ നേട്ടങ്ങൾ അപ്രതീക്ഷിതമായി നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരാം. പുതിയ അവസരങ്ങൾ നിങ്ങൾക്ക് കർമ്മരംഗവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ പുതിയ അവസരങ്ങൾ ചില പ്രധാനപ്പെട്ട കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് വന്നു ചേരാം. ആഗ്രഹിക്കുന്നതായ ചില കാര്യങ്ങളെങ്കിലും നടക്കുവാനുള്ള വഴികൾ നിങ്ങൾക്ക് മുൻപിൽ അനുകൂലമാകുന്ന ഒരു സാഹചര്യമുണ്ട്. കൃത്യതയോടെ അവ സ്വീകരിച്ച് നിങ്ങൾ മുന്നോട്ട് തന്നെ നീങ്ങണം. പൂച്ചയുടെ രണ്ടാമത്തെ ചിത്രമാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ ഫലങ്ങൾ ഇപ്രകാരമാണ്. ധനപരമായും മാനസികപരമായും ബുദ്ധിമുട്ടുകൾ പലപ്പോഴും നിങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്നു എന്നത് വാസ്തവമാണ്. പല കാര്യങ്ങളിലും നിങ്ങൾക്ക് ഭാഗ്യം നഷ്ടപ്പെട്ടു പോകുന്ന സാഹചര്യമുണ്ട്. ഇഷ്ടപ്പെട്ട വ്യക്തിയോ അല്ലെങ്കിൽ ചില കാര്യങ്ങളോ കൈവിട്ടു പോയി എന്നതും നിങ്ങളെ വളരെയധികം വിഷമിപ്പിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. എങ്ങനെ രക്ഷപ്പെടും എന്ന ചിന്ത പല കാര്യങ്ങളിലും നിങ്ങൾക്ക് സാധിക്കുന്നില്ല എന്നതും വാസ്തവമാണ്. ചില കാര്യങ്ങളിൽ നിന്നും പിന്നോക്കം പോകുവാൻ അല്ലെങ്കിൽ അത്തരം ചില കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമാകില്ല എന്ന് മനസ്സിലാക്കിയിട്ടും പുറകോട്ട് പോകുവാൻ സാധിക്കാത്ത സാഹചര്യമുണ്ട്. ഈ ദുരിതങ്ങളിൽ നിന്നും ഒരു മാറ്റം വന്ന് ചേരണം എന്ന് നിങ്ങൾ അതിയായി ആഗ്രഹിക്കുന്നു. എന്നാൽ പലപ്പോഴും അതിന് സാധിക്കാത്ത സാഹചര്യമുണ്ട്. പെട്ടെന്നൊരു മാറ്റം ചിന്തിക്കുന്നവരാണ് എങ്കിൽ ജീവിതത്തിൽ മാറ്റങ്ങൾ സംഭവിക്കുവാൻ പ്രയത്നിക്കുകയാണ് എങ്കിൽ അത് സാധിക്കും എന്ന് തന്നെ അർത്ഥമാക്കാം. ഈ സമയം പ്രധാനമായും നിങ്ങൾക്ക് പല കാര്യങ്ങളിലും മുന്നോട്ട് പോകുവാൻ സാധിക്കും. അവഗണന നേരിടുന്നു എങ്കിൽ പോലും ഒരുപാട് സ്നേഹിക്കുന്നവരിൽ നിന്നാണ് എങ്കിലും അല്ലെങ്കിൽ വളരെയധികം ഇഷ്ടപ്പെടുന്ന വ്യക്തികളിൽ നിന്നാണ് എങ്കിലും അവഗണന നേരിട്ടാലും അത് കാര്യമാക്കാതെ മുന്നോട്ട് പോകുവാൻ സാധിക്കും. മറ്റുള്ളവരിൽ നിന്നും ഇത്തരം കാര്യങ്ങൾ നേരിടുന്നത് വിഷമകരമാണ് എങ്കിലും മുന്നോട്ട് പോകേണ്ടത് നിങ്ങളുടെ ആവശ്യം തന്നെയാണ്. നിങ്ങളുടെ നന്മ അവർ അധികം വൈകാതെ തിരിച്ചറിയും എന്ന കാര്യം ഓർക്കുക. അതിനാൽ ഈ സമയം നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ സമയം വളരെ വിശേഷപ്പെട്ടതായ സമയം കൈവിട്ട് കളയുവാൻ പാടുള്ളതല്ല. ശാരീരിക പ്രശ്നങ്ങളെക്കാൾ ധനപരമായ പ്രയാസങ്ങളിൽ വളരെയധികം ബുദ്ധിമുട്ടുകൾ നേരിടുന്ന വ്യക്തികൾ കൂടിയാണ് നിങ്ങൾ. കൂടാതെ ഈ സമയം കുത്തുവാക്കുകൾ കേൾക്കുന്നതായ സാഹചര്യമുണ്ട്. മനസ്സുകൊണ്ട് പോലും ചിന്തിക്കാത്തതായ പല കാര്യങ്ങൾക്കും മറ്റുള്ളവരിൽ നിന്നും കുറ്റപ്പെടുത്തലുകൾ കേൾക്കേണ്ടതായി വരുന്നത് നിങ്ങളെ വിഷമിപ്പിക്കുന്നു എന്നതും വാസ്തവമാണ്. ഈ സമയം നിങ്ങൾക്ക് ചില തിരിച്ചടികൾ സംഭവിക്കാനുള്ള സാധ്യത ഉള്ളതിനാൽ ശ്രദ്ധയോടെ തന്നെ മുന്നോട്ട് പോകണം. ധനപരമായ സഹായങ്ങൾ അനിവാര്യമായ സമയമാണ്. പല കാര്യങ്ങളിലും മറ്റുള്ളവരെ സമീപിച്ചു എങ്കിലും നിങ്ങൾ പ്രതീക്ഷിച്ച ഫലം ലഭിക്കാത്തതായ സാഹചര്യമുണ്ട്. ശാരീരിക പ്രശ്നങ്ങൾ നിങ്ങൾക്ക് നേരിടുവാനുള്ള സാധ്യതകളുണ്ട്. വലിയ താഴ്ചകളിൽ നിന്നും നിങ്ങളെ ഈശ്വരൻ നിങ്ങൾ വിശ്വസിക്കുന്ന ശക്തി കൈപിടിച്ചുയർത്തുന്ന സാഹചര്യമുണ്ടാകും. മുൻപും ഇത്തരമൊരു സാഹചര്യം ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ളവരാണ് നിങ്ങൾ. എത്ര നെഗറ്റീവായ ശക്തിയുടെ ആക്രമണത്തിൽ നിന്നാണ് എങ്കിലും നിങ്ങൾ വിശ്വസിക്കുന്ന ആ ശക്തിയാണ് നിങ്ങളെ കൈപിടിച്ചുയർത്തുക. ഈ സമയം നിങ്ങൾ പ്രധാനമായും മനസ്സിലാക്കേണ്ടത് ഉയർച്ച താഴ്ചകൾ നിറഞ്ഞ ജീവിതമായിരിക്കും ഈ ഒരു സമയം നിങ്ങളിലേക്ക് വന്നു ചേരുക. അതിനാൽ തന്നെ നിങ്ങൾക്ക് പെട്ടെന്നൊരു ഉയർച്ച ലഭിച്ചില്ല എന്ന് വിചാരിച്ച് വിഷമിക്കേണ്ട സാഹചര്യമില്ല. ജീവിതം നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുക തന്നെ വേണം. ഈ സമയം നിങ്ങൾ വിശ്വസിക്കുന്ന ശക്തി നിങ്ങൾക്കൊപ്പം നിഴൽ പോലെയുണ്ട് എന്ന് തന്നെ അർത്ഥമാക്കാം. ഈ സമയം പ്രധാനമായും നിങ്ങൾ മനസ്സിൽ വിചാരിച്ചിരിക്കുന്ന കാര്യങ്ങൾ ഒരു മാസത്തിനുള്ളിൽ തന്നെ നടന്നു കിട്ടുവാനുള്ള സാധ്യതകൾ കൂടുതലാണ്. ഒരു പക്ഷേ ഒരു വർഷത്തിനുള്ളിൽ തന്നെ അത് നടന്നു കിട്ടാവുന്ന സാഹചര്യമുണ്ട്. ഒരു മാസമോ അല്ലെങ്കിൽ ഒരു വർഷത്തിനുള്ളിൽ നിങ്ങളുടെ കഠിനാധ്വാനത്തിൻ്റെ ഫലമായി ആ കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി തീരാം. ഈ കാര്യവുമായി ബന്ധപ്പെട്ട് പല സങ്കടങ്ങൾ നിങ്ങൾ നേരിട്ടു എങ്കിൽ
അത് ഒഴിവാക്കുവാനും വളരെ വേഗം ശ്രമഫലമായി നിങ്ങൾക്ക് കാര്യങ്ങൾ അനുകൂലമാക്കി തീർക്കുവാനും സാധിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് നിങ്ങൾ പ്രവേശിക്കുന്നതാണ്. ഈ സമയം വളരെയധികം കഷ്ടതകളും നഷ്ടങ്ങളും ദുരിതങ്ങളും അനുഭവിച്ച നാൾവഴികൾ അല്ലെങ്കിൽ ഓർമ്മകൾ തന്നെയാണ് നിങ്ങളുടെ മനസ്സിലുള്ളത്. പലരും നിങ്ങൾക്ക് പ്രത്യേകിച്ചും പുതിയ ജീവിതചര്യകൾ നിങ്ങൾ പരീക്ഷിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോലും മുന്നോട്ട് പോകാം. ഈ സമയം നിങ്ങളുടെ ആഗ്രഹങ്ങൾക്കായി ശ്രമങ്ങൾ നടത്തുകയാണ് എങ്കിൽ ഒരു പരിധിവരെയെങ്കിലും ആ ആഗ്രഹങ്ങൾ ഫലം കാണുന്ന സാഹചര്യങ്ങൾ വന്നു ചേരാം.